Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. അങ്കമാലി അങ്ങാടിക്കടവ് റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണം ഇഴയുന്നതിൽ പ്രതിഷേധം ശക്തിപ്പെടുകയാണ്. ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ ജനകീയ ശ്രദ്ധ ക്ഷണിക്കൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. എംപിയുടെ അനാസ്ഥ അവസാനിപ്പിക്കുക, എംപിയുടെ അനാസ്ഥ അവസാനിപ്പിക്കുക. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, എൽഡിഎഫ് സിന്ദാബാദ്, എൽഡിഎഫ് സിന്ദാബാദ്. ജനകീയ പ്രക്ഷോഭം സിന്ദാബാദ്, ജനകീയ പ്രക്ഷോഭം സിന്ദാബാദ്. റെയിൽവേ അധികാരികൾ നീതി പാലിക്കുക, റെയിൽവേ അധികാരികൾ നീതി പാലിക്കുക. സ്ഥലം എംപിയുടെ അനാസ്ഥ അവസാനിപ്പിക്കുക. ബെന്നി ബെഹനാൻ നീതി പാലിക്കുക, ബെന്നി ബെഹനാൻ നീതി പാലിക്കുക. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, എൽഡിഎഫ് സിന്ദാബാദ്, എൽഡിഎഫ് സിന്ദാബാദ്. സൂചനയാണിത്, സൂചനയാണ്, സൂചനയാണിത്, സൂചനയാണ്. സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും, സമരത്തിന്റെ രൂപം മാറും. കഴിഞ്ഞ ഒക്ടോബറിൽ ആരംഭിച്ച അങ്ങാടിക്കടവ് അടിപ്പാതയുടെ നിർമ്മാണം വൈകുന്നതിലാണ് ശക്തമായ ജനരോഷം ഉയരുന്നത്. അടിപ്പാത നിർമ്മാണത്തിൽ അപാകതകൾ ഉള്ളതായും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. അതിരൂക്ഷമായ യാത്രാക്ലേശമാണ് എളവൂർ, പുളിയനം, പീച്ചാനിക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിച്ചു വരുന്നത്. റെയിൽവേ അധികൃതരും പ്രശ്നത്തിൽ ഗൗരവത്തോടെ ഇടപെടേണ്ട സ്ഥലം എംപിയും എംഎൽഎയും തികഞ്ഞ അലംഭാവമാണ് പുലർത്തുന്നതെന്ന് ഇടതുമുന്നണി ആരോപിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ട് 5 മാസം മുൻപ് ഉദ്ഘാടന മാമാങ്കം നടത്തിയ അടിപ്പാതയുടെ നിർമ്മാണം മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് LDF ചൂണ്ടിക്കാട്ടി. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന അധികാരികൾക്കെതിരെ അങ്കമാലി നഗരസഭയിലെയും പാറക്കടവ് ഗ്രാമപഞ്ചായത്തിലെയും LDF പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ അടിപ്പാതയ്ക്ക് സമീപം ശ്രദ്ധ ക്ഷണിക്കൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. CPM അങ്കമാലി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്തു. നടന്ന ആ ലോക്സഭ ഇലക്ഷൻ മുമ്പായിട്ട് സ്വയം വിശേഷിപ്പിക്കുന്ന പ്രധാനമന്ത്രി അദ്ദേഹം പറയുന്നത് ഞാൻ ജൈവികനായൊരു മനുഷ്യനല്ല ആണ്. എന്ന് വെച്ചാൽ ഒരു ആൾ ദൈവം ഭൂമിയിൽ നിന്ന് സ്വയം ഭൂവായി പിറന്ന ഒരു മനുഷ്യനായിട്ട് ലോകത്തോട് ഇലക്ഷൻ കാലത്തെല്ലാം വിളിച്ചു പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ്. അപ്പൊ നരേന്ദ്രമോദിജി പറഞ്ഞത് അദ്ദേഹം ചെയ്തു, ഇലക്ഷൻ മുമ്പായി ഇവിടെ ഇതിന് ഉദ്ഘാടനം, അതായത് പണി പൂർത്തീകരിച്ചു, അണ്ടർപാസേജ് വഴി ആളുകളെയും വാഹനങ്ങളും കടത്തിവിടുമെന്ന് പ്രഖ്യാപിച്ചു. എവിടെയിരുന്ന്? ഡൽഹിയിലിരുന്ന്. അതിന്റെ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചു. ആ ചടങ്ങ് സംഘടിപ്പിച്ച ആരാ? അങ്കമാലി മുനിസിപ്പാലിറ്റി അല്ലേ? ഏലിയാസ് ചെയർമാനോടൊക്കെ ഇവിടെ നിന്ന് അതിന്റെ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോ അതിൽ റോജി എം ജോൺ MLA പങ്കെടുത്തു, MP പങ്കെടുത്തു. ഡൽഹിയിൽ ഇരുന്ന് അവിടെ നമ്മുടെ ഓൺലൈൻ വഴി നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ആൾ ദൈവം ഈ അണ്ടർ പാസേജ് ഡൽഹിയിൽ ഇരുന്ന് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഉള്ള കാര്യം എന്താ? ഒരു ഉദ്ഘാടനം കഴിഞ്ഞാൽ ഒരു പാലമാകട്ടെ, ഒരു റോഡാകട്ടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. ഇതിലൂടെ ആർക്കെങ്കിലും ഒരു വാഹനം ഈ അണ്ടർ പാസേജിലൂടെ കൊണ്ടുപോകാൻ പറ്റും? ഇവിടെയുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള K സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രജിയും എല്ലാം തന്നെ, ശോഭാ സുരേന്ദ്രൻ വന്ന് ഈ അണ്ടർപാസ് സന്ദർശിച്ചു. ഇതിനെ ഈ BJP-കാർക്ക് അവർ തലകുത്തി നിൽക്കാറുള്ളൂ എന്നതിന് സത്യം. തലകുത്തി നിൽക്കുക മാത്രമല്ല, അതിന്റെ മേലെ കുറച്ചുകൂടി വെള്ളം കോരി ഒഴിക്കുന്ന പണി കൂടി ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ വന്നിവിടെ ആക്ഷേപിക്കാണ്. പണി പൂർത്തീകരിച്ചില്ല. ആരോടെ പറയണേ? ശോഭ ചെന്ന് ഒരു കാര്യം ചെയ്യും. ഇവിടെയുള്ള കൗൺസിലറിന്റെ മനോജ് BJP-യുടെയാണ്. ശോഭയും ഈ മനോജും രഘു ഒരു കൗൺസിലർ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നരേന്ദ്രമോദിജിനെ വിളിച്ചു പറയും. ഇത് കേരളം ഗവൺമെന്റ് എന്താ വിളിച്ചത്? നരേന്ദ്രമോദിജി ഉദ്ഘാടനം ചെയ്ത്
MP ഇവിടെ സാന്നിധ്യം ഉണ്ടായി, മുനിസിപ്പൽ ചെയർമാൻ സാന്നിധ്യം ഉണ്ടായി, MLA സാന്നിധ്യം ഉണ്ടായി. ഈ അണ്ടർ പാസേജിന്റെ സ്ഥിതി ഇപ്പോ നമ്മൾ കണ്ടു. 2 സ്ഥലത്ത് സിമെന്റ് കൊണ്ട് കെട്ടി മറ്റേ കുറെ മണ്ണ് ഫില്ല് ചെയ്തു. റെയിൽ പിന്നെ ഇത് ട്രെയിൻ ഓടിക്കണം എന്നുള്ളത് ആ പണി ഞാൻ ഇപ്പൊ ഇവിടെ വന്നപ്പോ വലിയ മുന്നിൽ പറയായിരുന്നു, ബീഹാറിലേക്ക് ഇണങ്ങി 15 പാലായിട്ടോ ബീഹാറിൽ വീണ് തുടങ്ങിയിട്ട്. നിങ്ങൾ വായിക്കണ്ടാരും ബീഹാറിൽ പണിയുടെ പാലക്ക് വീഴാണെന്ന്. NDAയുടെ ഘടകകക്ഷിയായ നിതീഷ് കുമാർ ഭരിക്കണേ ബീഹാറില് BJP NDAയും കൂടി അവരാണ് പണിയണത്. അവരെ പാർട്ടിക്കാർക്ക് കൊടുത്തേക്കാണ്. RSSന്റെ കാര്യവാഹന്മാർക്കും BJPയുടെ ജനറൽ സെക്രട്ടറിമാർക്ക് പാലമണി കൊടുത്തേക്കാണ്. സിമെന്റ് ഇട്ട് മാത്രം, ഒരു കമ്പി തൊടാതെ പലക വെച്ചിട്ട് വാർക്കണേ. കമ്പിക്ക് ഒരു പലക വെച്ച് വാർക്കും. ഈ കോൺക്രീറ്റ് കട്ട മറ്റേ കനം താങ്ങാതാവുമ്പോ ഇടിഞ്ഞു പൊളിഞ്ഞ് വീടും. ഇതാണ് ബീഹാറിലെ പാലത്തെ സ്ഥിതി. അതാണ് NDAയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയുടെ നിതീഷിന്റെ ഭരണമാണ് NDAയുടെ. അപ്പോ ഇത് കേരള ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും കമ്പിക്ക് പകരം ഇവിടെ പലക വെച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ രംഗത്ത് വരുമ്പോ ഇവിടെ ഇപ്പോ നമ്മുടെ മൈൻഡ് ഓഫ് അങ്കമാലി എന്ന് പറയുന്ന ഒരു ചാനല്, അതിൽ അരുൺ എന്ന് പറയുന്ന ചാനലിലെ ആള്, അദ്ദേഹം ഒരു 2-3 ആഴ്ച മുമ്പ് ഇവിടെ വന്ന് ഇതിന്റെ ഇതൊക്കെ എടുത്ത് ഇട്ടു. സത്യത്തിൽ നമ്മള് മഹാഭൂരിപക്ഷ പേര് ധരിച്ചത് പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിക്കുന്ന ഈ ചാനല് നമ്മുടെ പ്രാദേശിക ചാനലാണ്. മറ്റു ചാനലുകാരെ മോശപ്പെടുത്തി പറയുന്നതല്ലേ. ഈ അരുൺ അതിട്ട ശേഷമാണ് ഇത് ആളുകൾക്ക്, പുറത്തുള്ള ആളുകൾക്കും ബോധ്യമായി ഇത് പണിയൊന്നും നടന്നിട്ടില്ല. ഇതാണ് ഇതിന്റെ അവസ്ഥ നിലയ്ക്ക് നമ്മുടെ നാട്ടില് വലിയ ചർച്ചയായി മാറുന്ന അവസ്ഥയുണ്ടായി. അപ്പൊ ഞങ്ങൾ ആലോചിച്ചു, ഒരു സമരത്തിലേക്ക് പോകണം, അല്ലാതെ തീരില്ല ഇത്. അങ്ങനെ ഒരു LDF എന്ന നിലയ്ക്ക് പാറക്കട് പഞ്ചായത്തിലെയും അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെയും കൗൺസിലർമാരുടെയും ജനപ്രതിനിധികളുടെയും ഒരു സമരം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോഴോടെ നമ്മുടെ MP കാര്യം മനസ്സിലായി. MP-ക്ക് മുമ്പ് MLA-ക്ക് മനസ്സിലായി, പുള്ളിക്ക് മത്സരിക്കുമല്ലോ ന്യൂസ് ഇലക്ഷനിൽ. MP-ക്ക് MLA കാര്യം മനസ്സിലായി. എന്ത് ചെയ്തു? ഈ സമരം വെള്ളിയാഴ്ച നമ്മൾ പ്രഖ്യാപിച്ചു, അതിന്റെ പോസ്റ്റർ ഇട്ടു, പ്രചരണം കൊണ്ടുവന്നു, പത്രത്തിൽ വാർത്ത കൊടുത്തു. അപ്പൊ ശനിയാഴ്ച വൈകിട്ട് ഒരു പോസ്റ്റർ ഇങ്ങനെ, ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ഇവിടെ ധർണ എന്ന് പറഞ്ഞ് സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അത് MP വന്ന് പ്രസംഗിക്കുകയാണ്. തനിക്ക് നാണല്ലോ MP? നാണോ മാനുള്ളവരും വന്ന് പ്രസംഗിക്കോ? അയാൾ ചെയ്യേണ്ട പണി, അയാൾ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച്, അതിന് ജനറൽ മാനേജറെ വിളിച്ച്, കോൺട്രാക്ടറെ വിളിച്ച്, ബന്ധപ്പെട്ട റെയിൽവേ സോണിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ച് ചെയ്യേണ്ട പണി. തനിക്ക് നാണമുണ്ടോ ബെന്നി ബെഹനാനെ? തനിക്ക് നാണമുണ്ടോ? നാണോ മാനുള്ളവർ വന്ന് ഇവിടെ സമരം ചെയ്യുക. കാരണം 2018 ഇന്നസെന്റ് MP ആയിരുന്നപ്പോ അനുവദിച്ച് കിട്ടിയ അണ്ടർ പാസേജ് വീണ്ടും 4 വർഷം കഴിഞ്ഞ പണി ആരംഭിച്ചോളൂ. ഒന്ന് നമ്മുടെ ഇവിടെയുള്ള ഒരു പ്രാർത്ഥന പ്രസവിച്ചിട്ട് നമ്മുടെ ഏലിയാസ് പറഞ്ഞ പോലെ മുനിസിപ്പൽ ചെയർമാനെ വായിക്കാനും എഴുതാൻ അറിയാൻ പാടില്ല. അതുകൊണ്ട് എന്താ വെച്ചേക്കാണ് അങ്കമാലി മുനിസിപ്പാലിറ്റി മാറ്റി ചിരിക്കാനാണ്. മുനിസിപ്പൽ ചെയർമാന് വായിക്കാനും ഇത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു? ഒരു മാഷിനെ, റിട്ടയേർഡ് ആയിട്ടുള്ള ഒരു മാഷിനെ അവിടെ വിളിച്ച് ചെയ്യണം. 40,000 രൂപ ശമ്പളം പുള്ളിക്ക് മാസം. ആരുടെ കാശ്? നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ, നമ്മുടെ ഈ കെട്ടിട നികുതിയുടെ, ടാക്സിന്റെ ഒക്കെ കാശെടുത്ത് എഴുതാനും വായിക്കാൻ അറിയാൻ പാടില്ലാത്ത മാത്യു തോമസ് എന്ത് ചെയ്യണു? ഒരു റിട്ടയേർഡ് മാഷ് വെച്ചിട്ട് അവിടെ ഇപ്പോ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ആ മാഷ കൈകാര്യം ചെയ്യണേ. അതാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി അവസ്ഥ. ഇതിന് മുൻ പ്രസിഡന്റുമാരൊക്കെയുണ്ട്, മുൻ മുനിസിപ്പാലിറ്റിമാരൊക്കെ നമ്മുടെ വേദിയിലുണ്ട്. നമ്മൾ ആരെങ്കിലും ചെയ്യുന്ന പണികൾ, പഞ്ചായത്തിനും മുനിസിപ്പൽ ചെയർമാനൊക്കെ പ്രൈവറ്റ് സെക്രട്ടറിമാരെ ആവശ്യമുണ്ടോ? ആകെ 10 കിലോമീറ്റർ ചുറ്റളവിനുള്ള പ്രദേശമുള്ളൂ. 40,000 അല്ല 50,000 അതിലുള്ള ആള് നമ്മുടെ മുനിസിപ്പാലിറ്റി ഉണ്ടാവില്ല. അപ്പോ എഴുത്തും വായിട്ട് അറിയാൻ പാടില്ലാത്ത മുനിസിപ്പൽ ചെയർമാൻ എന്ത് ചെയ്യണു? PS വെച്ചിരിക്കുന്നു. ബെന്നി ബെഹനാൻ എന്ത് ചെയ്തിരിക്കുന്നു? ബെന്നി ബെഹനാന്റെ സ്ഥിതി തന്നെ ഉണ്ടോ? ഇപ്പൊ ഞങ്ങളുടെ ഒരു പഞ്ചായത്ത് സെക്രട്ടറി, കറുകുറ്റി പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ട്. ആ സെക്രട്ടറിയുടെ വീടിന് പുള്ളി വാടകയ്ക്ക് എടുത്തിരിക്കണേ. ഇപ്പൊ സെക്രട്ടറിനെ ആ പുള്ളി അവിടെ നിന്ന് ഇപ്പൊ ഡെപ്യൂട്ടേഷനൊക്കെ കൊണ്ടുവന്നു.
പുള്ളിയുടെ സെക്രട്ടറി ആയിട്ട് ഇപ്പൊ ഈ ബെന്നി ബെഹനാന്റെ സ്ഥിതി വളരെ മോശമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. പാറക്കടവ് ഗ്രാമപഞ്ചായത്ത് LDF പാർലമെന്ററി പാർട്ടി ലീഡർ ജിഷ ശ്യാം അധ്യക്ഷയായിരുന്നു. അങ്കമാലി നഗരസഭ പ്രതിപക്ഷ നേതാവ് TY ഏലിയാസ്, മുൻ നഗരസഭാ ചെയർമാനും കൌൺസിലറുമായ ബെന്നി മൂഞ്ഞേലി, കൌൺസിലർമാരായ മാർട്ടിൻ B മുണ്ടാടൻ, ഗ്രേസി ദേവസി, PN ജോഷി, വിൽസൺ മുണ്ടാടൻ, ലേഖ മധു, CPM ലോക്കൽ സെക്രട്ടറി സജി വർഗീസ്, നേതാക്കളായ CN മോഹനൻ, VV രാജൻ, സച്ചിൻ ഐ കുര്യാക്കോസ്, റീന രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അടിപ്പാത അടിയന്തരമായി തുറന്നു നൽകി സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാത്ത പക്ഷം MP ഓഫീസ് മാർച്ച് അടക്കമുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് LDF നേതാക്കൾ വ്യക്തമാക്കി. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.